ഹലോ ഫ്രണ്ട്സ്, ഹിസ്റ്റോറിയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ സെറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഇപ്രാവശ്യം എക്സാം എഴുതുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പ്രീവിയസ് ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും കേൾക്കണം. എന്നാലേ നമ്മുടെ എക്സാമിന് കുറച്ചുകൂടി നമുക്ക് ഒരു എന്താ പറയുക ക്വാളിഫൈഡ് ആവാൻ സാധിക്കുകയുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും അനലൈസ് ചെയ്യണം. എന്നാലും നമ്മുടെ ഒരു മെമ്മറി ലെവലിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തീർച്ചയായിട്ടും നിൽക്കും. അത് നിങ്ങളെ തീർച്ചയായിട്ടും ഉപകരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററിയുടെ എ വേർഷൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം നമുക്കൊരു 10-20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: among the following historians who perceived history as a progressive realization of God's will through the application of human reason. അപ്പോൾ ഗോഡ്സ് വിൽ എന്നുള്ള കോൺസെപ്റ്റ് കണ്ടാൽ തന്നെ നമുക്ക് വേഗം ആരെ മാർക്ക് ചെയ്യാം? GW ഹെഗലാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഹു പെർസീവ്ഡ് ഹിസ്റ്ററി ആസ് എ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് ഗോഡ്സ് വിൽ ത്രൂ ദ അപ്ലിക്കേഷൻ ഓഫ് ഹ്യൂമൻ റീസൺ. ആൻസറായിട്ട് വരുന്നത് ഹെഗലാണ്. രണ്ടാമത് ക്വസ്റ്റ്യൻ: മെനി ഹിസ്റ്റോറിയൻസ് ഹാവ് ബീൻ ഡ്രോൺ ടു ദെയർ വർക്ക് ബൈ ദ എസ്തെറ്റിക് പ്ലഷർ ദ എക്സ്പീരിയൻസ് ഇൻ റിലീവിംഗ് ദ പാസ്റ്റ് ജസ്റ്റ് ആസ് എൻജോയബിൾ ആസ് എ പർസ്യൂട്ട് ഓഫ് മ്യൂസിക്, പെയിൻറ്റിംഗ്, പോയട്രി എക്സെട്ര. But among the following historians who hold the view that pleasure aspect of historical study is a corollary to social necessity. അപ്പോൾ ഈ ഒരു പ്ലഷർ ആസ്പെക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആർതർ മാർവിക്, ഓപ്ഷൻ ഡി ആണ്, ആർതർ മാർവിക്കാണ് ആൻസറായിട്ട് വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ: ഹിസ്റ്റോറിയൻ ഷുഡ് ഓഫ് കോഴ്സ് എസ്റ്റാബ്ലിഷ് വാട്ട് ഈസ് സ്പെസിഫിക്, but comparison has always had a central place in social history. Who among the following historians spent most of his life to define the distinctive characteristic of Western civilization by a systematic comparison between Europe and Asia in the economic, political and religious spheres? അപ്പോൾ യൂറോപ്പിനെ ഏഷ്യനെ കമ്പയർ ചെയ്തിട്ട് ഏതൊക്കെ ആസ്പെക്റ്റിലാണ് ഇക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് സ്ഫിയറിൽ കമ്പയർ ചെയ്തിട്ട് പഠിച്ചിട്ടുള്ളൊരു ഹിസ്റ്റോറിയൻ ആരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ കൊടുക്കുന്നുള്ളത് ഓപ്ഷൻ ഡി ആണ്, മാക്സ് വെബറാണ് ആൻസറായിട്ട് പറയുന്നത്. മാക്സ് വെബർ എന്താണ്? ഹൂ എമംഗ് ദി ഫോളോയിങ് ഹിസ്റ്റോറിയൻ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് ടു ഡിഫൈൻ, സോറി മാക്സ് വെബർ അല്ല, പീറ്റർ ബർക്കാണ് കേട്ടോ, പീറ്റർ ബർക്കാണ് ആൻസറായിട്ട് പറയുന്നത്. Fourth question: the attempts to make a completely objective history by scrupulously avoiding all controversies and moral judgments may result in an extremely boring piece of historical writing useful to none. അപ്പോൾ കംപ്ലീറ്റ് ഒബ്ജക്റ്റിവിറ്റി എന്നുള്ളത് ഒരു ഹിസ്റ്ററി റൈറ്റിങ്ങിൽ എക്സ്ട്രീംലി ബോറിംഗ് പീസാണ് എന്നാണ് ആര് പറയുന്നത്? ഹൂ ഹോൾഡ്സ് ദിസ് വ്യൂ? ആരാണ് ഈ ഒരു അഭിപ്രായത്തിൻ്റെ വക്താവ് എന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ കൊടുക്കുന്നത് ഓപ്ഷൻ എ, ആർതർ മാർവിക്കാണ് ആൻസർ കൊടുക്കുന്നത്. നല്ല വലിയ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഓരോ ഡെഫിനിഷനും നന്നായിട്ട് ഓരോ ഹിസ്റ്റോറിയൻസിനും എന്താണ് അവരുടെ വ്യൂസിലുള്ള ഡിഫറൻസ്, ഒപ്പീനിയൻ ഡിഫറൻസൊക്കെ നന്നായിട്ട് തിരിച്ചറിയണം. എന്നാലേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നല്ല ലോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം, എന്നാലേ ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. Next question, fifth: among the following historian who extended linguistic analysis to the interpretation of Hindu myth and to enrich historical knowledge? അപ്പോൾ ലിംഗ്വിസ്റ്റിക് അനാലിസിസ്, ഹിന്ദു മിത്ത്സ് ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാനുള്ള ഒരു ലിംഗ്വിസ്റ്റിക് അനാലിസിസ് കൊണ്ടുവന്നത് ഏത് ഹിസ്റ്റോറിയൻ എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്, DD കോസാംബിയാണ് ആൻസറായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടുള്ളൊരു വർക്കാണ് മിത്ത് ആൻഡ് റിയാലിറ്റി.
Next, sixth question. Who among the following historians sought laws in history and examined various kinds of governments in order to discover the relation of physical factors to the national character and institution of particular people? അപ്പോൾ ഹൂ എമംഗ് ദി ഫോളോയിങ് ഹിസ്റ്റോറിയൻ ലോസ് ഇൻ ഹിസ്റ്ററി കൊണ്ടുവരുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ്, മൊണ്ടസ്ക്യൂ ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ എ മൊണ്ടസ്ക്യൂ. ലോസ് ഇൻ ഹിസ്റ്ററി ആയിട്ട് ഇവിടെ പറയുന്നത് ഓപ്ഷൻ എ ആണ്, മൊണ്ടസ്ക്യൂ ആണ് ആൻസറായിട്ട് പറയുന്നത്. ഓപ്ഷൻ നെക്സ്റ്റ് സെവൻത്ത് ക്വസ്റ്റ്യൻ. ഡിസ്കസിങ് ദ റൈസ് ഓഫ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്സ് ആൻഡ് തിയറീസ്. ഹൂ റിമാർക്സ് ദീസ് words? In an age in which God's fatherhood has become a matter for debate, a medievalist has studied the image of Jesus as mother. ഇവിടെ ആൻസർ വരുന്നത് ഡെർക്കിമാണ് ഇവിടെ ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്, ഇമിലി ഡെർക്കിം. ഓക്കെ, നെക്സ്റ്റ് എയ്ത്ത് ക്വസ്റ്റ്യൻ. എയ്ത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് ഗിവൻ ബിലോ ആർ ടു സ്റ്റേറ്റ്മെൻറ്റ് വൺ ലേബിൾഡ് ആസ് അസർഷൻ ക്വസ്റ്റ്യൻസ് ആണ്. എ ആൻഡ് ആർ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. അതിലെന്താണെന്നുള്ളത് നോക്കാം. എ അസർഷൻ പറയുന്നത് ടു ഡിറ്റക്ട് എറേഴ്സ് ഓഫ് ഗുഡ് ഫെയ്ത്ത് ദ ഇൻവെസ്റ്റിഗേറ്റർ ആസ് ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു ദ ഓതർ ഓഫ് എ ഡോക്യുമെൻറ്റ്. നെക്സ്റ്റ്, ദ സ്ട്രെങ്ത് ഓഫ് ദ അക്കൗണ്ട് ഈസ് ദ ട്രൂത്ത് ഓഫ് ഇവൻറ്റ്സ് ഡിസ്ക്രൈബ്, നോട്ട് ദ ബ്യൂട്ടി ഓഫ് ദ ഡിസ്ക്രിപ്ഷൻ. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നാണ് ആൻസറായിട്ട് പറയുന്നത്. നെക്സ്റ്റ് നയൻത്ത് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദി വൺ പെയർ എമംഗ് ദി ഫോളോവിങ് വിച്ച് ഇസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് കൺസിഡറിങ് ദ കോൺസെപ്റ്റ്സ് ഓഫ് ഹിസ്റ്ററി അഡ്വാൻസ്ഡ് ബൈ ദം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ കൊടുത്തിട്ട് വോൾട്ടയർ റാഷണാലിസം കറക്റ്റാണ്, ബന്ധാം ലിബറലിസം കറക്റ്റാണ്, ജെയിംസ് മിൽ റൊമാൻറ്റിസിസമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതാണ് ഇവിടെ ആൻസറായിട്ട് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി അഗസ്റ്റേ കോംറ്റെ പോസിറ്റീവിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറിയാണ് പോസിറ്റീവിസം. അപ്പോൾ ആൻസറായിട്ട് ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ്, ജെയിംസ് മിൽ യൂട്ടിലിറ്റേറിയനിസം ആണ് പറയുന്നത്. 10th question. Name the author and the book in which he stated that history is not merely an interpretation of the past events but also of the future events which are likely to happen according to the ruling principle of analogy. അപ്പോൾ ഇവിടെ പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസറായിട്ട് പറയുന്നത്. ഓസ്വാൾഡ് സ്പെംഗ്ലർ അദ്ദേഹത്തിൻ്റെ ഡീക്ലൈൻ ഓഫ് ദി വെസ്റ്റ് എന്നുള്ള ഒരു ബുക്കിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഏകദേശം നമ്മളൊരു 10 ക്വസ്റ്റ്യനോളം നോക്കി. എല്ലാവരും നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് പഠിക്കുക. അനലൈസ് ചെയ്തുകൊണ്ട് മാത്രം പഠിക്കുക. ഒരുപാട് നിങ്ങൾക്ക് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും. കൂടാതെ സെറ്റ് ക്വാളിഫൈഡ് ആവാൻ ഇതിലും വലിയൊരു മാർഗമില്ല എന്ന് തന്നെ മനസ്സിലാക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാതെ ഒരു മാർഗ്ഗമില്ല നമ്മുടെ സെറ്റ് എക്സാം ക്വാളിഫൈഡ് ആവാൻ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണമെന്നുള്ള ഒരു പഠിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ പ്രോസസ്സായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.